വെൽക്കം ഡ്രിങ്ക് കുടിച്ച് വെറുതെ വയറ് നിറക്കരുത്. നിന്നെ കണ്ട മണവാളന്റെ അനിയനാന്നേ പറയാൻ പാടുള്ളൂ. അപ്പൊ ശരിക്കും മണവാളന്റെ അനിയൻ തന്നെ പൊക്കിയാല്? മനു, നീ വധുവിന്റെ എക്സാന്ന് പറഞ്ഞാ മതി. ആർക്കൊരു ഡൗട്ടും തോന്നരുത്. കോസ്റ്റ്യൂം ഒക്കെ വെറുതെ പക്കയിരിക്കണം. ജൂസ സത്യം പറയാം, എനിക്ക് എന്നെ പേടിയുണ്ടാ. എടാ, റൊസാരിയോ ബ്രദേഴ്സിന്റെ കാറ്ററിംഗ് ആണത്. നീ ഇന്നേവരെ കാണാത്ത മെനു ആയിരിക്കും അവിടെ വിളമ്പണ. മട്ടന്റെ കാലെന്നൊക്കെ പറഞ്ഞ നിന്റെ തൊട്ട പോലെ ഇരിക്കും. എനിക്ക് അത്ര പേടിയൊന്നുമില്ല. പക്ഷെ ഏതെങ്കിലും ആന്റിമാര് വന്ന് നീ ആരുടെ മോനാന്ന് ചോദിച്ചാല്? ചെറുപ്പത്തിൽ എന്തോരം ചോറ എനിക്ക് വാരി തന്നത്. എന്നിട്ട് ആന്റിക്ക് എന്നെ ഓർമ്മയില്ലെന്നങ്ങാ ചോദിക്കണം. ആന്റി അവിടെ സ്തംഭിക്കും. ഇനി എങ്ങാനും ആന്റി സ്തംഭിച്ചില്ലെങ്കിൽ? നീ എന്തിനാ വേണ്ടാത്ത ചോദ്യങ്ങൾ മാത്രം ചോദിക്കണത്? ദേ ഈ അമ്പോയിസ കവറങ്ങാ പിടിച്ചേ. ഗുലാബ് ജാം സ്കോർ ചെയ്യാനുള്ള മിഷൻ ഞാൻ നിന്നെയാണ് ഏൽപ്പിച്ചേക്കണം. ഗുലാബ് ജാമിന്റെ കൂടെ ക്യാരറ്റ് ഹൽവ സ്കോർ ചെയ്ത കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടായാൽ മതി. ഉണ്ടെങ്കിൽ തന്നെ ഈ കവറിലേക്ക് കിട്ടോ. കട്ട്ലേറ്റ് സ്കോർ ചെയ്യാനുള്ള കവർ എന്റെ ഉണ്ട്. സ്കോറിങ് മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് നമ്മുടെ പോളിംഗ് കഴിഞ്ഞിട്ടാണ് സ്കോറിങ്. വെറുതെ ആദ്യം തന്നെ പോയി സ്കോർ ഒന്നും ചെയ്തു വെക്കരുത്. ബിരിയാണി ചെമ്പ് പൊട്ടിച്ച അപ്പൊ തുടങ്ങണം പോളിംഗ്. ഓക്കെ. എന്നാലും എനിക്ക് ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. കയ്യോടൊക്കെ നാണക്കേടല്ലേ? ഒരു സീനും ഇല്ല. തൊട്ടപ്പുറത്തെ ഹാളിൽ നന്ദകിഷോറിന്റെ അപ്പൂപ്പന്റെ പൈനാറ്. അവിടെ കയറി പപ്പടം പഴം പായസം കൂട്ടി ചോറും കഴിച്ച് നമ്മ വീട്ടിൽ പോകും. അത് മതി. എന്തൊക്കെ സംഭവിച്ചാലും ഉച്ചക്ക് എനിക്ക് ചോറ് കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. പിന്നെ എങ്ങാനും പെട്ടെന്ന് പിടിക്കപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രത്യേകതരം കിളികാരിയാണ് ഒച്ച ഉണ്ടാക്കും. നീ അപ്പൊ തന്നെ എസ്കേപ്പ് അടിച്ചേക്കണം. അല്ല, ഏത് കിളിയുടെ കരച്ചില നീ ഉണ്ടാക്കാൻ പോണോ? അത് ഞാൻ കരയുമ്പോ കേട്ടാ മതി. നീ വീട്ടിൽ പോയി തുണി മാറിയിട്ട് വാ. 11:30 പള്ളിയിലൊക്കെ കഴിയും. ഇപ്പൊ തന്നെ മണി 11 ഫസ്റ്റ് പന്തിക്കിരിക്കാനുള്ളതാ. പോയിട്ട് വാ.